ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലുകൾ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ഒരു പിക്ചറിൽ നോക്കിയേ, കീർത്തിസ് പാരൻസ് ഗീവ് ഹെർ ടോഫീസ് ഇസ് റിവാർഡ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. അപ്പോൾ കീർത്തിയുടെ അച്ഛനും അമ്മയും അവളെ പൂന്തോട്ടത്തിൽ എന്നും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അവൾക്ക് ടോഫീസ് കൊടുക്കും. ടോഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഠായികൾ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ടല്ലേ. സെക്കൻഡ് പിക്ചർ നോക്കിയേ, തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഹോൾഡിംഗ് ദ ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. അപ്പോൾ എന്നും തേജസ് അവൻ്റെ വീട്ടിലെ തുണികൾ മടക്കി വയ്ക്കുന്നതിന് അവൻ്റെ അച്ഛനും അമ്മയും അവൻ എന്താണ് ഗിഫ്റ്റ് ചെയ്യുന്നത്? ബുക്കുകളാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. വായിക്കാനായിട്ടുള്ള ബുക്കുകളാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ പ്ലാന്റ്സ്? കീർത്തിക്ക് എന്താണ് അവൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചപ്പോൾ കിട്ടിയത്? ടോഫീസ്. തേജസ്സിന് എന്താണ് കിട്ടിയത്? സ്റ്റോറി ബുക്ക്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് പേജ് നോക്കാം. വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു? നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ഓരോ ജോലിക്ക് പോകാറില്ലേ? അപ്പോൾ അവർക്ക് എന്താണ് അതിന് പകരം കിട്ടുന്നത്? ടോഫീസ് ആണോ? അല്ലേ, മണിയാണ് കിട്ടുന്നത്, കാശാണ് കിട്ടുന്നത്. ഇൻകം. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. അപ്പം നമ്മൾ നോക്കിയേ, 4 പിക്ചേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ ഒരാൾ പഠിപ്പിക്കുകയാണ്, ഒരു ടീച്ചർ ടീച്ച് ചെയ്യുകയാണ്. സെക്കൻഡിൽ എന്താണ്? അവിടെ ട്രേഡ്, വിൽപ്പനയാണ് കാണുന്നത്. മൂന്നാമത് ഒരു ഗെയിംസ് കളിക്കുകയാണല്ലേ കുറച്ച് കൂട്ടുകാർ ചേർന്ന്. നാലാമതോ ഒരു സർവീസാണ് നമ്മൾ കാണുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഹായം. അവിടെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും പേയ്മെൻറ്റ്സ് ഉണ്ടോ? എല്ലാത്തിനും പകരം കാശ് കിട്ടുമോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. Hope you have observed the pictures of people involved in different activities. Which are the activities that each one is involved in? അപ്പോൾ നമ്മൾ മുകളിൽ 6 പിക്ചേഴ്സ് കണ്ടു. അതിൽ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുന്നവരാണ്. എന്താണ് അവർ ഓരോരുത്തരും ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? അപ്പോൾ ട്രേഡ് ഉണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, പ്ലേയിങ് ഉണ്ട്, സർവീസ് ഉണ്ട്. Which among these activities are rewarded in the form of money? കാശ് എന്ന രൂപത്തിൽ ഏത് ആക്ടിവിറ്റീസിനൊക്കെയാണ് റിവാർഡ് കിട്ടുന്നത്? ഏത് ആക്ടിവിറ്റീസിനൊക്കെയാണ് കൂലിയായിട്ട് പണം ലഭിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതൊക്കെയാണ്? ടീച്ചിങ്, ഹോസ്പിറ്റൽ സർവീസ്, ട്രേഡ്. ഇതിനെല്ലാത്തിനും കൂലിയായിട്ട് പണമാണ് ലഭിക്കുന്നത്. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡ് വിത്ത് ഗിഫ്റ്റുകളായിട്ട് റിവാർഡ് കിട്ടുന്നത് ഏതിനൊക്കെയാണ്? പ്ലേയിങ്, പെയിൻറ്റിങ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു കളിച്ച് ജയിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഗിഫ്റ്റാണ്. ഒരു ട്രോഫി ആകാം. നമ്മൾ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ജയിച്ചാൽ നമുക്ക് കിട്ടുന്നത് ട്രോഫി ആകാം, ഒരു മെഡലാകാം. അപ്പോൾ അതൊക്കെയാണ് ഗിഫ്റ്റിൻ്റെ രൂപത്തിലുള്ള റിവാർഡ്സ് എന്ന് പറയുന്നത്. Some of our action get reward and some get gift. For activities such as teaching, trading and healthcare, individual receives a money as reward. അപ്പോൾ ടീച്ചിങ്ങിനും ട്രേഡിങ്ങിനും ഹെൽത്ത് കെയറിനും എല്ലാം. അപ്പോൾ ഒരാൾ നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറിനൊക്കെ കൂലിയായിട്ട് എന്താണ് കിട്ടുന്നത്? അവരുടെ സാലറി പണമാണ്. അതുപോലെ തന്നെയാണ് ടീച്ചറായിരുന്നാലും അതുപോലെ തന്നെ ട്രേഡ്, കച്ചവടം നടത്തിയാലും നമ്മൾ കാശാണ് കൂലിയായിട്ട് കൊടുക്കുന്നത്. Income is the money received by a person over a period of time as a result of engaging in various economic activities. സാമ്പത്തികമായ ആക്ടിവിറ്റീസിൽ ഒരാൾ എൻഗേജ് ചെയ്യുന്നതുകൊണ്ട്, ഒരാൾ സാമ്പത്തികമായ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ലഭിക്കുന്ന കൂലിയെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഒരു മാസത്തേക്ക്, ഒരാഴ്ചത്തേക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം എന്നാണ് ഇതിന് മലയാളം. അപ്പോൾ നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ചുറ്റുമെല്ലാം ഒരു മാസത്തെ കണക്കിലാണ്. അതായത് എൻ്റെ ഈ മാസത്തെ സാലറി, എൻ്റെ ഈ മാസത്തെ ഇൻകം എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതായത് എൻ്റെ ഈ മാസത്തെ വരുമാനം ഇത്രയാണ്. ഫൈൻഡ് ഔട്ട് ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡഡ് വിത്ത് മണി. അപ്പോൾ പണം കൂലിയായി ലഭിക്കുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് നോക്കിയേ, എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി. റീഡ് ദിസ് പോയം. ഇപ്പോൾ നമുക്കൊരു പോയം വായിക്കാം. പഠിച്ചു തീർന്നാൾ. ചോദ്യം: പഠിച്ചു തീർന്നാൽ പള്ളിക്കുടം വിട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ? ഉത്തരം എന്താണ്? ഒന്നാമൻ പറഞ്ഞു, കൃഷിക്ക് പോകും ഞാൻ. കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലിന് പോകും ഞാൻ. അപ്പൊ രണ്ടാമൻ എന്ത് പറഞ്ഞു? പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ. തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാമോ?
അടുത്ത മൂന്നാമൻ എന്ത് പറയും? നാട്ടിലെ ശിക്ഷിതരായുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാലയം ആരംഭിച്ചിടും. നാലാമൻ പറഞ്ഞു, പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. NV കൃഷ്ണവാര്യർ എഴുതിയ ഒരു കവിതയാണിത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ആദ്യത്തേവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കൃഷിപ്പണി. രണ്ടാമത്തവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ബിസിനസ് ചെയ്യാൻ, ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, കച്ചവടം ചെയ്യാനാണ്. മൂന്നാമത്തവൻ എന്താണ്? ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. നാലാമത്തവനോ പട്ടാളത്തിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത്. In this poem, the poet hints at various types of employment we choose after studies. What are the jobs mentioned in these lines? അപ്പോൾ നമ്മൾ ഈ കവിതയിൽ കണ്ട ഓരോ ജോലികൾ എന്താണെന്ന് എഴുതാനാണ്. അഗ്രികൾച്ചർ കൃഷി, ട്രേഡ് കച്ചവടം, ടീച്ചിങ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം, പഠിപ്പിച്ചു കൊടുക്കുക, ആർമി എന്ന് പറയുമ്പോൾ അറിയാലോ പട്ടാളം. വാട്ട് എംപ്ലോയ്മെൻറ്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാനാണ് ആഗ്രഹം? ഈസ് ഇറ്റ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻസ് ഡു? ഹ്യൂമൻസ് ചെയ്യുന്നത് ഫിസിക്കൽ വർക്ക് മാത്രമാണോ? ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം വെച്ച് നമ്മൾ ചെയ്യുന്ന ജോലി, അതായത് കൃഷിപ്പണി, അതുപോലെ തന്നെ നമ്മൾ കിളയ്ക്കുക, വെട്ടുക, അതുപോലെ തന്നെ തടി മുറിക്കുക, അത് മാത്രമാണോ ജോലി എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. Employment is the work done by a person physically or intellectually for income. Its reward is paid in the form of wages or salary. Employment is the main source of income for individuals. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അയാളുടെ ശരീരത്തിലെ ആരോഗ്യം വെച്ചിട്ടോ, ശരീരം വെച്ചിട്ടോ, അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയും കഴിവും വെച്ചിട്ടോ വ്യക്തി ചെയ്യുന്ന ഒരു ജോലിയാണ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിന് കൂലി ലഭിക്കുന്നത്? സാലറി ആയിട്ടാണ് ലഭിക്കുന്നത്. ഇത് എംപ്ലോയ്മെൻറ്റിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് സാലറിയാണ്. അത് കഴിഞ്ഞ് എന്താണ്? എംപ്ലോയ്മെൻ്റ് എന്നാണ് നമ്മുടെ ചുറ്റും സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും പ്രധാന സോഴ്സ് ഓഫ് ഇൻകം. പ്രധാന വരുമാനം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന കൂലിയാണ്, സാലറി ആണ്. വേജും സാലറിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേജ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്. വേജ് കൊടുക്കുന്നത് എംപ്ലോയർ എംപ്ലോയിക്കാണ്. എംപ്ലോയർ എന്ന് പറയുമ്പോൾ ഒരാളുടെ ഉടമസ്ഥൻ, അതാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ആളാണ് എംപ്ലോയി എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണ് വേജ് എന്ന് പറയുന്നത്, കൂലി എന്ന് പറയുന്നത്. ഇതൊരു കോൺട്രാക്റ്റ് ബേസിലാണ്. അതായത് എന്താണ്? ഇന്ന ജോലി നീ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഇത്ര രൂപ തരും എന്ന് പറയുന്നതിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ദിവസേനയോ അല്ലെങ്കിൽ മണിക്കൂറുകളിലോ ആണ് ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. ഇതും എംപ്ലോയർ തന്നെയാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ്? മന്ത്ലി ബേസിസിലാണ്, ഒരു മാസത്തെ പെർഫോമൻസിനാണ്, ഒരു മാസമാണ് സാലറി വരുന്നത്. എന്നാൽ വേജ് എന്ന് പറയുന്നത് ദിവസേനയോ അല്ലെങ്കിൽ മണിക്കൂറിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ഹൂ ആർ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ദാറ്റ് എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് വരുമാനം ഉള്ളവർ എന്ന് എഴുതാനാണ്. അടുത്ത ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ മെമ്പേഴ്സിൻ്റെ പേര് എഴുതുക. അതായത് അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി. എന്നിട്ട് അവർ ചെയ്യുന്ന ജോലി, തൊഴിൽ എന്താണെന്നും എഴുതുക. സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം എന്നാൽ എന്താണ്? വരുമാനത്തിൻ്റെ ഉറവിടം. പീപ്പിൾ അറൗണ്ട് us ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. നമ്മുടെ ചുറ്റും മനുഷ്യർ അവർക്ക് വേണ്ട വരുമാനം നേടുന്നത് എങ്ങനെയാണ്? പല പല വഴികളിലൂടെയാണ്. അഗ്രികൾച്ചർ കൃഷി, ബിസിനസ് കച്ചവടം, ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, അതിൻ്റെ ബാക്കിയുള്ള അസറ്റ്സ് വഴി. ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കൊണ്ട് ബാങ്കിലിട്ടാൽ അതിൻ്റെ പലിശ ലഭിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഇൻകമായിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് ആർ ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടി ആർ എക്സാമ്പിൾസ് ഓഫ് അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറയുമ്പോൾ കാശ് എന്ന രൂപത്തിലല്ല, നമുക്ക് ബിൽഡിങ്സ് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം എന്നുള്ള രൂപത്തിലുള്ള നമ്മുടെ അവിടെ നിന്നെല്ലാം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അസറ്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മളൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥലമോ എല്ലാം റെൻറ്റിന് ആർക്കെങ്കിലും കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എല്ലാ മാസവും അവർ തരുന്ന റെൻറ്റ് നമുക്ക് കിട്ടും, വാടക നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു വരുമാനമാണ്. അതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് സച്ച് ഇൻകം ഈസ് കോൾഡ് എ സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം എന്നാൽ എന്താണ്? വരുമാനത്തിൻ്റെ ഉറവിടം നമ്മൾ പറയുന്നത് എന്താണ്? ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ അസറ്റ്സ്. അതായത് ഒന്നുകിൽ നമ്മൾ ജോലി ചെയ്ത് അതിൻ്റെ കൂലി ലഭിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അസറ്റ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ നമുക്ക് റെൻറ്റ് ലഭിക്കുന്നു. അതൊക്കെയാണ് ഇൻകത്തിൻ്റെ സോഴ്സുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
അവിടെ നോക്കിയ ഒരു ചാർട്ടാണ് സോഴ്സസ് ഓഫ് ഇൻകം എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടാം. എംപ്ലോയ്മെൻറ്റ് ജോലി വഴി, അഗ്രികൾച്ചർ കൃഷി വഴി, ബിസിനസ് കച്ചവടം വഴി, ബാങ്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴി, അസറ്റ്സ് വഴി. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യാം. അടുത്ത പേജ് നോക്കാം. സോഴ്സ് ഓഫ് ഇൻകമും അതിൻ്റെ ഇൻകം എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത്. അഗ്രികൾച്ചർ, അതായത് നമ്മൾ കൃഷി ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വിളവിലൂടെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ്, നമ്മളൊരു ജോലി ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത്? വേജ് അല്ലെങ്കിൽ സാലറി, കൂലി അല്ലെങ്കിൽ സാലറിയിലൂടെ. ബിസിനസ്, നമ്മളൊരു ബിസിനസ് ചെയ്തു എന്നാൽ നമുക്ക് അതിൻ്റെ ലാഭമാണ് അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റ്, നമ്മൾ അതിൽ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് കൊണ്ട് ബാങ്കിൽ ഇട്ടു, കുറച്ച് കാശുണ്ട് ഡിപ്പോസിറ്റായി ബാങ്കിൽ ഇട്ടു, എന്നാൽ നമുക്ക് കിട്ടുന്ന പലിശയാണ് അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അടുത്ത അസറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബിൽഡിങ്സോ കുറച്ച് സ്ഥലമോ ഒക്കെയാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? റെൻ്റാണ്. അടുത്ത സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കേൾക്കും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നെല്ലാം. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഡിവിഡൻഡ് ആണ്. അടുത്ത ഇൻഡിവിജ്വൽ ഇൻകവും ഫാമിലി ഇൻകവുമാണ്. ഒരു വ്യക്തിയുടെ വരുമാനവും കുടുംബത്തിൻ്റെ വരുമാനവും. ഒരു കുടുംബത്തിന് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം ചേർന്നുമ്പോഴായിരിക്കും ഒരു കുടുംബത്തിൻ്റെ വരുമാനമായിട്ട് മാറുന്നത്. ഒരാൾക്ക് പലതരം സോഴ്സിൽ നിന്ന് ഇൻകം ലഭിക്കാം. അതായത് ഇപ്പോൾ ഒരു കർഷകനാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻകം അദ്ദേഹം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പണത്തിൽ നിന്ന് ലഭിക്കാം, ഇൻട്രസ്റ്റ് ലഭിക്കാം, അതിൻ്റെ പലിശ ലഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറെ അതുപോലെ പലതരത്തിലുള്ള ഇൻകംസ് ഉണ്ട്. അതായത് അയാൾ കൃഷി ചെയ്തപ്പോൾ അതിൻ്റെ വിളവ് ലഭിക്കുമ്പോൾ കിട്ടിയ ഇൻകം ആകാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാൻഡും എല്ലാം സെല്ല് ചെയ്തെങ്കിൽ അതിൽ നിന്ന് കൂടി കിട്ടിയ പ്രോഫിറ്റ് ആകാം. അങ്ങനെ ഒരാൾക്ക് പലതരം സോഴ്സസിൽ നിന്ന് ഇൻകം ലഭിക്കാം. ദസ് എ പേഴ്സൺ ഗെറ്റ്സ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് അതർ മീൻസ്. അപ്പോൾ ഒരാൾക്ക് ഇൻകം വരുമാനം ഏത് വഴിയെല്ലാം ലഭിക്കാം? അയാൾ ചെയ്യുന്ന ജോലി വഴി ലഭിക്കാം, അല്ലെങ്കിൽ മറ്റു പല മാർഗത്തിലൂടെയും ലഭിക്കാം. പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു നിശ്ചിത കാലാവധിയിൽ ഒരു വ്യക്തിക്ക് പല മാർഗങ്ങളിലൂടെ ലഭിച്ച തൻ്റെ വരുമാനമാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. യു ഹാവ് ഡിസ്കസ്ഡ് യുവർ ഫാമിലീസ് വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഹാവിൻ യു. ദസ് ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടീൻ പീരീഡ്. അതായത് ഒരു നിശ്ചിത കാലാവധിയിൽ ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും ലഭിച്ച വരുമാനമാണ് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസത്തിൻ്റെ കണക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു മാസം നിങ്ങളുടെ അച്ഛന് മാത്രം ലഭിച്ച വരുമാനമാണ് അച്ഛൻ്റെ പേഴ്സണൽ ഇൻകം. ഇനി നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരും ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റു പല രീതിയിലുള്ള ഇൻകം ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിന് മൊത്തമായി ലഭിച്ച ഇൻകമാണ് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്, പലതരം ജോലികൾ. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, അതിൽ പലതരം ജോലികളും ഉണ്ട്. വാട്ട് എംപ്ലോയ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ദ പിക്ചർ. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന എന്തെല്ലാം ജോലികളാണ്? ടീച്ചിങ്, ഡ്രൈവിംഗ്, ഫാമിംഗ്, ലോയർ എന്ന് പറയുമ്പോൾ ആരാണ്? വക്കീൽ. അപ്പോൾ അങ്ങനെ പലതരം ജോലികളും നമ്മൾ ഈ പിക്ചറിൽ കണ്ടു. അടുത്ത അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സും നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുമ്പം കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളാണ് അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെടാത്ത ജോലികളാണ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Agriculture employments is the work done using the natural sources such as cultivation of plants for food and fiber production, animal husbandry and pisciculture, etc. Agriculture plays an important role in Indian economy. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്, കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്, നമ്മൾ പ്ലാന്റ്സിന് ഭക്ഷണത്തിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുക, അതായത് ചീര കൃഷി ചെയ്യുക, അതുപോലെ പലതരം പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഞാറ് നടുക, അരി കിട്ടാനായിട്ട് ഞാറ് നടുക, നെൽകൃഷി ചെയ്യുക, അതുപോലെ തന്നെ മീൻ വളർത്തുക, കന്നുകാലി വളർത്തുക, അതൊക്കെയാണ് അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. 46.5% ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ ഈസ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ജോലികളുടെ 46.5% കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടതാണ്. കർഷകർ എന്ന് പറയാൻ പറ്റില്ല, കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ്. നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്, കൃഷിയുമായി ബന്ധമില്ലാത്ത എംപ്ലോയ്മെൻറ്റ്സ് ജോലികൾ. ഓൾ കൈൻഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. അപ്പം കൃഷിയുമായി ബന്ധപ്പെടാത്ത എല്ലാ ജോലികളെയും നമുക്ക് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് include manufacturing of clothes, construction,
ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വർക്കിംഗ് ഇൻ ഫാക്ടറി. അപ്പോൾ കൃഷിയുമായി ബന്ധമില്ലാത്ത ജോലികൾ, അതായത് ബിസിനസ്, അതുപോലെ തന്നെ ക്ലോത്തിങ് സ്റ്റോർ, അതായത് ഒരു തുണിക്കട ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വേറൊരു ബിസിനസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുക, ടീച്ചിങ് നടക്കുക, ഡോക്ടർ ആയിരിക്കുക, ഇതെല്ലാം നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. കൊടുത്തിട്ടുണ്ട്, ടേബിളുണ്ട്. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളും, നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ് കൃഷിയുമായി ബന്ധമില്ലാത്ത ജോലികളും. നിങ്ങൾ ആ ടേബിൾ ഫിൽ ചെയ്യുക. അടുത്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം തൊഴിൽ ആണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സിബി's പാരൻസ് റൺ എ പിക്കിൾ യൂണിറ്റ് കാർഡ് സ്റ്റാർ പിക്കിൾ. അപ്പോൾ സിബിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു അച്ചാർ കമ്പനി ഉണ്ട്, അതിൻ്റെ പേരാണ് സ്റ്റാർ പിക്കിൾ എന്ന് പറയും. ദേ സ്റ്റാർട്ടഡ് ദിസ് എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ എ സിറ്റുവേഷൻ വെയർ ദർ വാസ് നോ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദെയർ ഓൺ. ആൻഡ് നൗ ഇറ്റ് ഈസ് മൂവിങ് എഹെഡ് പ്രോഫിറ്റബിളി. അറൌണ്ട് 10 families are getting employed through this initiative apart from being a source of income for സിബി's family. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും മറ്റ് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തുടങ്ങിയതാണ് ഈ അച്ചാർ കമ്പനി. ഇപ്പോൾ ആ അച്ചാർ കമ്പനി കാരണം 10 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ അല്ലാതെ 10 കുടുംബങ്ങൾക്ക് കൂടി ഈ അച്ചാർ കമ്പനി കാരണം ലാഭം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല, അവർക്കൊരു ജോലി ഉണ്ടായി. ഹാവ് യു റീഡ് ദ നോട്ട്? ഹാവ് യു നോട്ടീസ് സച്ച് വെഞ്ചേഴ്സ് ദാറ്റ് ആർ റൺ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്? അപ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നവരെയെല്ലാം, അല്ലേ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Earning a livelihood through independent economic activity without being under the control of any employer. ഒരാളുടെ ഉടമസ്ഥതയും ഇല്ലാതെ, അതായത് ഒരാളുടെ കീഴിലുമല്ലാതെ സ്വന്തമായി നമ്മൾ കണ്ടുപിടിക്കുന്ന, സ്വന്തമായി നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളായി സ്വയം ചെയ്യുന്ന ഒരു തൊഴിലിനെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആരുടെയും കീഴിലല്ല നമ്മൾ ആ ജോലി ചെയ്യുന്നത്. സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഹാവ് their own enterprise and at the same time carry out all the responsibilities of an employee. ഇപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് എന്താണ് ചെയ്യുന്നത്? ഹാവ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ആൻഡ് ദി സെയിം ടൈം ക്യാരി ഔട്ട് ഓൾ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി. അവർ സ്വന്തമായി അവരുടെ കീഴിൽ ചിലപ്പോൾ ജോലി ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും, എന്നാലും അവരാണ് കൂടുതൽ ജോലികളും ചെയ്യുന്നത്. അവർ സ്വന്തമായാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. In self-employment initiatives, individuals mostly manage their enterprises alone. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് സിറ്റുവേഷനിലും സ്വന്തമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എന്നാൽ ചില സിറ്റുവേഷൻസിൽ മാത്രമാണ് അവർ ജോലിക്കാരെ വയ്ക്കുന്നത്. സെൽഫ് എംപ്ലോയ്ഡ് എൻ്റർപ്രൈനേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആണ് ഒരാളെങ്കിലോ അയാൾക്ക് കിട്ടുന്ന ലാഭമെല്ലാം അയാൾക്ക് മാത്രമുള്ളതാണ്. Don't you see grocery shops, tailoring shops, bakeries, etc. run by individuals or groups in your area? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടൈലറിംഗ് ഷോപ്പുകളും തയ്യലുള്ള സ്ഥലങ്ങളും ബേക്കറീസും. ഇതെല്ലാം ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ സ്വന്തമായി നടത്തുന്നവരായിരിക്കും. അവർ തന്നെയാണ് ജോലി ചെയ്യുന്നത്, അവർ തന്നെയാണ് നടത്തുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് സെൽഫ് എംപ്ലോയ്ഡ് സെൻറ്റേഴ്സ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത് കുറച്ച് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈലറിംഗ് ആണ്, പിന്നെ ഒരു ബാഗ് ഉണ്ടാക്കുകയാണ്, പിന്നെ ഒരു ഫോട്ടോ കോപ്പി സെൻറ്റർ ആണ്, പിന്നെ പിക്കിൾ മേക്കിംഗ് ആണ്, ഇത് ഒരു പിക്കിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ എന്താണ്? ഇതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സ്വയം തൊഴിലിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ഇപ്പോൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു ഉടമസ്ഥതയെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ തന്നേക്കാൾ മുകളിൽ ഒരാളില്ലാതെ അവർക്ക് സ്വന്തമായി കണ്ടുപിടിക്കാൻ പറ്റുന്നവരാണ്. ഒരു വരുമാന മാർഗ്ഗമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാൻ സാധിക്കും. ദേ ക്യാൻ വർക്ക് ഫ്രം ദിയർ ഓൺ പ്ലേസ്, ദേ ക്യാൻ വർക്ക് അറ്റ് ദിയർ ഓൺ ടൈം. അവരുടെ സ്വന്തം സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാനായിട്ട് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ സാധിക്കും. Self-employment plays a major role in the economic growth of country. The government implements various schemes to promote self-employment initiatives. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് തന്നിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, അതായത് നല്ല പ്രായമായ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു വിഡോസിനൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ല ജോലിയാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. സ്വന്തമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വിഡോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ, വിധവയാണ് വിഡോ എന്ന് പറയുന്നത്. അവർക്കെല്ലാം അവരുടെ സമയത്തിനനുസരിച്ച് ഏറ്റവും മികച്ചതായി ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ ഒരുപാട് സ്കീംസ്, ഒരുപാട് പ്രോഗ്രാംസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസിനെ പറ്റിയാണ് നവജീവൻ പ്രൊജക്റ്റ്. അത് ആർക്ക് വേണ്ടിയാണ്? സീനിയർ സിറ്റിസൺസിന് വേണ്ടിയാണ്.
അതുപോലെ തന്നെ കൈവല്യ ആർക്ക് വേണ്ടിയാണ്? പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ശരണ്യ ഫോർ വുമൻ ആണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു സ്കീമാണ് ശരണ്യ എന്ന് പറയുന്നത്. സ്ത്രീകളെ സെൽഫ് എംപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് എടുത്ത ഒരു സ്കീമാണ് ശരണ്യ. അടുത്ത് നോക്കാം. അടുത്ത ആ 2 ടേബിൾ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ടേബിളിലുള്ളത് അനു എന്ന് പറയുന്നൊരു വ്യക്തി തൻ്റെ കുടുംബം മുഴുവനും കർഷകരായിരുന്നിട്ടും അവർ സ്വന്തമായി മറ്റൊരു തൊഴിൽ കണ്ടെത്തി. അവർ സ്നാക്സ് ഉണ്ടാക്കുക എന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അത് വളരെ മികച്ചതായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും അവർക്ക് ചെയ്തതിനെ പറ്റിയാണ്. അടുത്ത് രണ്ടാമത് എന്താണ്? ഹോം മേക്കർ ഏർണിംഗ് ₹50,000 പെർ മന്ത്. ഒരു ഹോം മേക്കർ ആരാണ്? സ്വയം പുറത്തു പോയി ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ നിന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരാണ് ഹോം മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ 50,000 രൂപ സ്വയം തൊഴിൽ ആയതിലൂടെ നേടാനായിട്ട് തുടങ്ങിയത് എങ്ങനെയാണ് എന്നാണ്. സജിത എന്നുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻ്റർപ്രനറിനെ പറ്റിയാണ്. ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു അവരുടെ ഹോബി. അതിനെ അവർ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റി. If you have the confidence and the will to work, you can engage in various employments. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും അതിന് വേണ്ട ധൈര്യവും ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനുമുള്ള ഒരു ധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റും. എല്ലാ ജോലിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നാം, അയ്യോ ഇന്ന ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ താഴ്ന്നു പോകുമോ, എല്ലാവരും നമ്മളെ നോക്കിക്കാണുന്ന രീതി മാറുമോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഏത് ജോലിക്കും അതിൻ്റേതായ വിലയുണ്ട്. Everyone has the right to choose the employment of their choice according to their level of education and aptitude. തൻ്റെ വിദ്യാഭ്യാസവും കഴിവും വെച്ച് തനിക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കുമുണ്ട്. എംപ്ലോയ്മെൻറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ സാമൂഹികവുമായ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റോളാണ് ആ രാജ്യത്തുള്ള ഓരോ വ്യക്തികളും ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്കുള്ളത്. ചാപ്റ്ററിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസ് ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.